അല്ലാതെ ഇപ്പം വേറെ ഏതെങ്കിലും പറമ്പിൽ എവിടെയെങ്കിലും ഇട്ടെങ്കിൽ അത് ഇന്ന് ഈ ചൂടത്ത് ചത്തുപോകുള്ളൂ. ഭക്ഷണവും കിട്ടില്ല, ബജയൊന്നും ഓട്ടമില്ല, ഈ ചൂട് ഭയങ്കര ചൂടാണ്, വെള്ളം പോലും കിട്ടില്ല. അപ്പം സംഗതി ഞങ്ങൾ പോവുള്ളൂ. ഏതായാലും അത് തമ്പുരാൻ ഇവിടെ ഇടിച്ചാന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ അത് 3 ജീവൻ ഇന്ന് പൊലിഞ്ഞും പോകാമെന്ന്. ഏതായാലും എനിക്ക് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി, വിഷമം തോന്നി. അതുകൊണ്ട് ഞാനിങ്ങെടുത്തു. ഇനി എന്തൊരു നാളുണ്ടെന്ന് നോക്കട്ടെ. അല്ലാതെ ഇപ്പം അതിപ്പോഴൊന്നും ഇപ്പോൾ എനിക്ക് കൊണ്ടുവിട്ടവരോട് ഇനിയിപ്പോൾ എല്ലാവരും പറയാം, നിങ്ങളെ പൂച്ചക്കുഞ്ഞിനെ അങ്ങോട്ട് ആരും കൊണ്ടുവിടില്ല, നിങ്ങൾ വളർക്കണം എന്ന് പറഞ്ഞാൽ ആരും ഇതൊന്നും നടക്കണ കേസ് കിട്ടില്ല. പിന്നെ ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അയ്യോ, ഓടിച്ചതച്ച് ഞാനും ചേട്ടനും കൂടെ, ഞാൻ അടുക്കളയിൽ പണിയായിരുന്നു, ചേട്ടൻ മുറ്റത്തായിരുന്നേ. അപ്പോൾ ഒരു കരച്ചിൽ കേട്ടേ, ഈ വാഴത്തോട്ടത്തിലെ കരച്ചിൽ. അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കി, ആൻസുകുട്ടനെ വിളിച്ച് എണീപ്പിച്ച കൂടൊക്കെ ആയിട്ട് വന്നേക്കുവാ. വാ, ഇതാ ഞങ്ങൾ നോക്ക, സഞ്ചിയിലിട്ട് ആരാണ്ട് കണ്ണ് തുറന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞേക്കുന്ന. എടാ മൂട് നോക്കിയാടാ, ആണാണോ പെണ്ണാണോന്നറിയാം. നല്ല ഭംഗിയുള്ള പൂച്ച കുഞ്ഞുങ്ങൾ. ഇവിടെ കിടന്നാൽ ഉറപ്പാ ഇവർ ചത്തുപോത്തേ ഉള്ളൂ. നോക്ക, എന്നാണേലും വീട്ടിൽ ഫുഡ് വേസ്റ്റൊക്കെ വരും, ഇതിനകത്ത് കിടന്ന് അവർ വളർന്നോളും. നോക്ക്, പ്രാണിക്കാണെങ്കിൽ ഇപ്പോൾ പാലും ഉണ്ടായിരുന്നു, ആ കൂടെ കഴിഞ്ഞിട്ട് വളർത്താറുണ്ട്. അല്ല ചേട്ടാ, ചാക്കോട് കൂടി കൊണ്ട് കളഞ്ഞേക്കുന്ന ചാക്ക. നല്ല ഭംഗിയുള്ള 3 കുഞ്ഞുങ്ങൾ. 3 ഉള്ളൂ. ഒന്ന് നോക്കിയാലോ അവനെ ചുറ്റും നോക്കിക്കേ. സഞ്ചിക്കകത്തല്ല നോക്കണ്ടേ, അവൻ അതിലും വലിയ പോട്ടെ. ബാങ്ക് കൊണ്ടുവരാ. ചോറ് കൊടുത്ത് വളർത്താം, മീൻ കൊടുത്ത് വളർത്താൻ നോക്കിയാൽ പിന്നെ പൂച്ച മീനാ തിന്നുള്ളൂ. എങ്ങനെയാ ഒരു ജീവനെ നമ്മൾ കണ്ടില്ല എന്ന് വെക്കണേ? പട്ടിണി കിടന്ന് ചത്തു പോകത്തല്ലേ ഉള്ളൂ. 3 കുഞ്ഞുങ്ങളെ എന്ത് ദുഷ്ടത്തരാ ചെയ്തേന്ന് നോക്ക്. എന്ത് ദുഷ്ടത്തരവാ ചെയ്തേ. വാഴത്തോട്ടത്തിൽ കൊണ്ടിട്ടായിരുന്നു. പാല് കുടിക്കണ കുഞ്ഞുങ്ങളെ ശരിക്കും നടന്നു പോലും തുടങ്ങിയിട്ടില്ല. കണ്ണ് ജസ്റ്റ് തുറന്നതേ ഉള്ളൂ. വയറൊക്കെ ശരിക്കും നിറഞ്ഞായിരിക്കണേ. അവിടെ വെച്ചാൽ മതി. വയറൊക്കെ ശരിക്കും നിറഞ്ഞായിരിക്കണേ. പാലൊക്കെ കുടിച്ച് കിടന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോന്ന് വിട്ടതാ. അതെ, ഇപ്പം കണ്ടുകൊണ്ട് കളഞ്ഞാണോ ചേട്ടാ? പക്ഷേ ഒച്ചാട്ടായിരുന്നു കരയണേ. അതാര് കളഞ്ഞു ചേട്ടാ? നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങൾ. വിശന്നപ്പോഴായിരിക്കും ഇവർ കരച്ചിൽ തുടങ്ങിയതില്ലേ. എന്നാ കൊടുക്കണ്ടേ ഇനിയിപ്പം? ദാഹിക്കണ്ടാവൂല്ലേ? അവിടെ ഒരു സ്റ്റീൽ പാത്രം കിടപ്പണ്ടോ കുഞ്ഞിത്, അതിനകത്ത് ഇച്ചിരി വെള്ളം വെച്ച് കൊടുക്ക. ചോറാ കൊടുക്കാവുള്ളൂ. ഇവന് പൂച്ചേനെ കണ്ടിട്ടാ. മോനെ, അടിയിലൊരു സ്റ്റീൽ പാത്രം, ഒരു ചെറിയ പ്ലേറ്റ് കിടക്കണില്ലേ, അതിനകത്ത് ഇച്ചിരി വെള്ളം കൊടുക്ക. എന്നിട്ട് നമുക്ക് ആ കുഞ്ഞ് പേടിക്കണ നോക്കിക്കേ. ചുട്ടുമണി അല്ല, അതിനെ പൊങ്ങി കുടിക്കാൻ അറിഞ്ഞൂടാ. 3 ചുട്ട്. ചേട്ടാ, നിന്റെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ കിടക്കുന്ന. ഓടിക്കണില്ല. പ്രാണി പാഞ്ഞു വന്ന്. കുഞ്ഞ പ്രാണിയുടെ കുഞ്ഞ. പ്രാണി അവളെയും കൊണ്ടുവന്നേടാ. പ്രാണിയുടെ കുഞ്ഞ.
പ്രാണിയുടെ കുഞ്ഞ്. പട്ടിയുള്ളതുകൊണ്ടാ പ്രാണിക്ക് പേടി. പ്രാണി ഓടി വന്ന്. പ്രാണി, നിന്റെ 2 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോയതിന് പകരം ദേ ദൈവം 3 കുഞ്ഞുങ്ങളെ എക്സ്ട്രാ തന്നേക്കുന്നു. 5 കുഞ്ഞുങ്ങൾ, 8 കുഞ്ഞുങ്ങളെ പ്രാണിക്ക് പോയത്. 8ആണോടാ പോയത്? ആദ്യം 3, പിന്നെ 2, 5 കുഞ്ഞുങ്ങൾ. പിന്നെ 3. ഒരെണ്ണമുണ്ടല്ലോ കയ്യില്. 5. ആ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എടുത്ത് നിർത്തിക്കേ. കൂട്ടിലേക്ക് കയറില്ല അത്. കേറ്റണ്ട, അടുത്ത് നിർത്തിക്കേ. അടുത്തെടുത്തിട്ടേ കിട്ടൂ. ആ കൂട്ടിലേക്ക് ഇടാൻ പറ. ആ കൂട്ടിലേക്ക് പ്രാണീനെ കയറ്റി ഇട്ടാ മതി. പോണേ കൊണ്ടുവരാൻ പറ. എൻ്റെ കൂടെടുത്ത് അവിടെ കൊണ്ടുപോയി. പട്ടിയുടെ ദേഷ്യം. പട്ടി, നീ അടി വാങ്ങട്ടടാ മാക്കോ. അവരവിടെ മൂത്രം ഒഴിച്ചിട്ട്. മാക്കുവിൻ്റെ നോട്ടം നോക്കിക്കേ. ചുട്ടുപണി നിൽക്കുന്നുണ്ടോ? നീ എന്തിനാടാ അതൊക്കെ മുള്ളി കഴിച്ച മാക്കോ? ഇറങ്ങി ഒറ്റ ഓട്ടോടും കേട്ടോ. കുഞ്ഞിനെ അതിനെയും കൊണ്ട് കിടത്തിയാ മതി. കോണി എവിടെ ചേട്ടാ? എടുക്കാൻ വലിയ പാടാ. അല്ലാതെ കേരള ആ കുഞ്ഞുങ്ങളെ കിടത്തും. എന്തുവാടാ മാക്കു നീ ചെയ്തത്? പൂച്ചയോടുള്ള ദേഷ്യത്തിന് ഭിത്തിയിൽ മുള്ളാൻ പാടുണ്ടോടാ? നീ എന്ത് പണിയാടാ കാണിച്ചേ മാക്കു? നീ ഇങ്ങനെ ബാഡ് ബോയ് ആവുകയാണോ? നീ ബാഡ് ബോയ് ആണോ? നീ ബാഡ് ബോയ് ആണോ നീ? മാക്കു ബാഡ് ബോയ് ആയിപ്പോയല്ലോ. ഇവനെ പതുക്കെ അങ്ങ് എടുത്ത് പൊക്കിയാതെ. അപ്പൊ അവനവിടെ പിടിച്ചു. ഞാൻ പൊങ്ങോട്ടോ. അതും കണ്ണു തുറന്നാ കിട്ടിയില്ല അതിനെ. ആ കുഞ്ഞിനെ എടുത്തങ്ങ് കൊടുക്ക് പപ്പയുടെ കയ്യിലേക്ക്. ആ കണ്ണു തുറന്നല്ലോ. ഇതാര് വരെയും വിളിയാ? എൻ്റെ വീഡിയോ ആയ താഴെ വീടല്ലേ മക്കളെ? അമ്മേ താഴെ വീടല്ലേ മക്കളെ? കുഞ്ഞ് നല്ല തവള പോലെ ഇരിക്കണത്. താഴെ പോയി. സോറി അയാന്താ സോറി അളിയാ. കുഞ്ഞിനെ ചോട്ടല്ലേ? അവിടെ അടുക്കി വെക്കണേ. തുണി ആദ്യം അതെ നോക്കിക്ക. അവള് കൈയിടുന്നൊക്കെ അവനോട് മിണ്ടുന്നുട്ടോ. ഒരു ഉമ്മ കൊടുത്തേരെ. അവൻ നക്കി. അവനാ കുഞ്ഞിനെ നക്കി കേട്ടാ. അവക്കടെ കുഞ്ഞിനെയും കൊടുക്കടാ. അപ്പൊ പിന്നെ അവള് പോവില്ല. പിന്നെ അവക്കടെ കാര്യമായോണ്ട് പറയാൻ പറ്റൂല. ഇനി ബാക്കി എല്ലാത്തിനെയും കൊണ്ട് കൊടുക്ക. എല്ലാത്തിനും നക്കുന്ന വന്നേന പ്രാണി നക്കുന്ന. പ്രാണിക്ക് അറിയാൻ പാടില്ല. ഉണ്ടായിരുന്നു.
അന്നത്തെ വിചാരം നമ്മളെവിടെ മാറ്റി വെക്കാം. ഇത് അതെ മറ്റേ കുഞ്ഞൊന്നും കണ്ടിട്ട് ഒരെണ്ണം വന്നപ്പോൾ അവള് നക്കി, പുറകെ വന്നപ്പോൾ അവള് ഞെട്ടി. ഇതേതാന്ന് അവളെ അഴിച്ചുവിടണ്ട, അവളവിടെ കിടന്നോട്ടെ, ഇവരൊക്കെ ആയിട്ട് മിങ്കിളാവട്ടെ. ഇതേ പട്ടി ആയോണ്ടായി പൂച്ചക്ക് ഇത്രയും പേടി. പട്ടി എന്താ അനുസരണയോട് കൂടിയാ നിൽക്കുന്നത്. വേണ്ട ഒറ്റ കുഞ്ഞിന്റെ പുറത്തേക്കണേ. അത് സാരമില്ല, ഇവരിനെ ഒന്നിച്ച് വളർന്നോളൂ. തിരിച്ചറിവാവാത്ത പിള്ളേരല്ലേ. ആ മാക്കു നിന്നെ പിശാചെന്ന് വിളിച്ചടാ. ഒരു കുഞ്ഞ് പോയി പാല് തപ്പി കണ്ടുപിടിച്ച് കുടിക്കുക. പൂച്ച പ്രസവിക്കാൻ പറ്റിയ സമയം. നമ്മളെ നല്ലോണം അറിയാവുന്നവർക്ക് അതെ വീഡിയോ ഇടാറുണ്ടല്ലോ. വീഡിയോ കാണുന്നവരാ. അപ്പൊ നോക്കിയപ്പോ ഏതായാലും ചേട്ടന്റെ അടുത്താണെങ്കിൽ രണ്ടു കുഞ്ഞ് മരിച്ചു പോയിന്ന് പറയുകയും ചെയ്തു. കരയുമ്പോ ഏതായാലും ജായ്ച്ചേട്ടന് തല്ലിക്കൊല്ലൂല എന്ന് മനസ്സിലായി. അതാണ് സംഭവം. ഇവിടെ കൊണ്ടിട്ട് പറമ്പിടാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ അടുത്ത് തന്നെ ഇട്ടിട്ട് പോയി. കടിക്കൊന്നുമില്ല കേട്ടോ. കടിക്കൊന്നുമില്ല, കുഞ്ഞല്ലേ. വരുമ്പോ പൊങ്ങി കൊടുക്കണ്ട. പൂച്ചയുടെ സ്വന്തം കുഞ്ഞ് നല്ല ഉറക്കാ. കുടിക്കുക. അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ മനുഷ്യനല്ലല്ലോ, മൃഗവ. മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ എടുത്ത് പാല് കൊടുക്കാൻ എല്ലാവരും തയ്യാറാവോ അല്ലേ? മൃഗമായോണ്ട. രണ്ടുപേരും കുടിക്കും, ഒരാൾ തപ്പി കിടക്കുക. തള്ളക്ക് വേണ്ടി തീറ്റ വെച്ച് കൊടുക്കണം. പാല് കാണൂല. അതിന് വയറ് തവള പോലെ ഇരിക്കണ ഇങ്ങനെ. ആ കുടിപ്പിച്ചാ കൊണ്ട് കിടത്തിയ ശരിക്കും. നേരത്തെ പൂച്ച ഉറക്കോ? ഇത് എവിടെ നിന്ന് വന്നു ഇത്രയും കുഞ്ഞുങ്ങള്? അതെ, നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങള്. ഇപ്പൊ തപ്പി കിടക്കണ കുഞ്ഞിന്റെ തല കണ്ടോ? 2 ചെവിയും സ്വർണ്ണ കളറ്, ഓറഞ്ച് കളറ്. വീട്ടിലായിരുന്ന അവിടെ ഒരു പാറയില്ലായിരുന്നു, ഞാൻ സ്ഥിരം കയറുന്ന അവിടെ എന്തോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി കാണിച്ച് ഒരു ബോണ്ടിന്റെ അടുത്ത് നൈസായിട്ട് അത് ചാരക്കുഞ്ഞിട്ടിട്ട് പോയത്. എലിഞ്ഞിരുന്ന് അയാൾ ഇട്ടിട്ട് പോയി, ഇവൻ പോയി നൈസായിട്ട് ആ കുഞ്ഞിനെ പോയി എടുത്തോണ്ട് പോന്നു. നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങള്. ഇപ്പൊ കണ്ടു കഴിഞ്ഞാ, ഇപ്പൊ കണ്ടാലില്ല ചേട്ടാ, പൂച്ചക്ക് ഉണ്ടായ കുഞ്ഞ് വെളിയിൽ നിന്ന് വന്നത് പൂച്ചയുടെ അത് ഓർക്കൂല. കളറൊക്കെ വെച്ച് നോക്കും. ഒരു കുഞ്ഞ് കിട്ടിയ ചാൻസ് കുഞ്ഞുങ്ങളെല്ലാം പാല് കുടിക്കുക. എനിക്ക് പാല് കിട്ടിയില്ല, അത് പരാതി പറയണു വന്നിട്ട്. ആ ഒരു കുഞ്ഞ് വന്നതേ ചേട്ടനോട് പരാതി പറയുന്നു, ചേട്ടാ എനിക്ക് പാല് കിട്ടിയില്ല. ഇല്ല,
അപ്പോൾ ഇതിനെവിടെ വയ്ക്കും? ആ ഇപ്പോഴാ തള്ളനെ കണ്ടുപിടിച്ചത് കുഞ്ഞ്. ഇതെവിടെ കണ്ടുപിടിക്കും? ഇതെവിടെ വയ്ക്കും? അതെവിടെ കൊണ്ട് സ്ഥാപിക്കിപ്പോൾ വെയിലാണല്ലോ ഇവിടെ. ഇതേ പ്രാണിയുടെ കിടപ്പ് നോക്ക. ഇപ്പോഴാണ് വെറ്റ് കിടക്കുന്ന കിടപ്പായത്. ആ അവന് പിന്നെ സൈക്കിളൊക്കെ ഉണ്ടല്ലോ. എന്റെ പേഴ്സിനകത്തുണ്ട്. എന്റെ പേഴ്സിനകത്തുണ്ട്. 100 ഉണ്ട്. രണ്ട് എനിക്ക് ഇച്ചിരി കുടിക്കാൻ വേണം. 2 പാക്കറ്റ് കേട്ടോ. അങ്ങനെ പ്രാണിയമ്മയ്ക്ക് 4 കുഞ്ഞുങ്ങളെ. എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റണില്ല പ്രാണിയുടെ അവസ്ഥ കണ്ടിട്ട്. എൻ്റെ പ്രാണി പാവ. ഈ കുഞ്ഞുങ്ങള് പ്രാണിയുടെ കുഞ്ഞിനേക്കാൾ ഇച്ചോടെ വലുതാ അല്ലേ? അവർ 2 ദിവസം മുമ്പേ ഉണ്ടായതാന്ന് തോന്നുന്നു. പട്ടിക്ക് പറ്റിയ അവസ്ഥ നിങ്ങൾ തന്നെയാണ് കിടന്ന് കളിക്കും. ഭയങ്കര കൊരയായനെ. ഞാനുള്ളതുകൊണ്ടാ. എന്താണേലും പ്രാണിയമ്മ ഏത് സമയത്ത് അതിന് കരയാനാണ് തമ്പുരാൻ കാണിച്ചു. അതെ ഇല്ലെങ്കിൽ ചത്തു വെയിലല്ല, ഒട്ടുക്കത്തെ വെയിലല്ലേ. നമ്മൾ അവിഞ്ഞു കൂടും 12 മണി ആകുമ്പോഴത്തേന്. എന്നതാ പാല് കാണും പ്രാണിക്ക്? അതുണ്ടാവും ഓട്ടോമാറ്റിക്കലി പാല് വരും. പൂച്ചയ്ക്ക് 3-4 പ്രസവിക്കണം പൂച്ചകള്. ചൂടാക്കി കൊടുക്കണം കേട്ടോ. ഇതെവിടെ വെക്കും? നീ പൂച്ചയ്ക്ക് ഇനി നല്ല ഫുഡൊക്കെ തരൂ കേട്ടോ. മീമിയൊക്കെ തരാട്ടോ. മീൻ കഷ്ണമൊക്കെ ഉണ്ട്, 2 എടുത്ത് മാറ്റി തരാം. 5 കോഴിക്കാല് മേടിച്ചു. ആ 2 പാക്കറ്റ്. എനിക്ക് വേണം സിപ്പപ്പ്. ചൂടൊക്കെ അല്ലേ ചേട്ടാ? വേണോ ചേട്ടനാ? മുതലാളി മൂത്രം ഒഴിച്ചിട്ട് വേറെ കൊച്ചു മുതലാളി വാടപ്പാണ്ടിയിൽ ഞാനാ ഇവിടുത്തെ രാജാവൊന്നും. അത് പേടിച്ചിട്ടിരിക്കണത്. അവന് ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊത്തു വെച്ച് കൊടുക്കും കുഞ്ഞാപ്പൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഇറങ്ങി വരത്തില്ലാത്ത. ഒറ്റ അവൻ്റെ തോട്ടം മാറ്റിക്കളഞ്ഞത്. വാസ്കുവിൻ്റെ നോട്ടം കണ്ടു നോക്കി. വാസ്കുവിൻ്റെ പൂച്ചേനെ കണ്ണിനെ കണ്ടുകൂടാ. ഉമ്മാരാമന്നതാ സോദന കൊണ്ട് തല കൊണ്ടേണ്ടല്ലോ. തല കൊണ്ടേ ഞാൻ മൂത്തത്തെ മുക്കിട്ടു. ഞാൻ പൂച്ചനെ ചെയ്ത് നമുക്ക് തൂറിയിട്ട് പിന്നെ പരിക്കത്തി തൂറിയിട്ടില്ല. നീ എങ്ങാനും ഉണ്ടല്ലോ ഇതിനെ തൊട്ടാണോ നിന്നെ ഉണ്ടോ കണ്ടിച്ചു കളഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല. മാക്കുവിൻ്റെ അവസ്ഥ നോക്ക്. നിനക്കെന്നാടാ പൂച്ചയോട് ഇത്ര ദേഷ്യം? എന്നാ പൂച്ചയോട് ഇത്ര ദേഷ്യം? എന്നാടാ നിനക്കൊരു ജീവ ഇതും. അതെ അവന് മനസ്സിലായി കേട്ടോ. എല്ലാം മനസ്സിലായി. ഇവിടെ പറ്റിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല, അനങ്ങില്ല.
പ്രാണിയമ്മ നല്ല അമ്മയാണ്. പ്രാണിയമ്മ നല്ല അമ്മയാട്ടോ. പ്രാണിയമ്മയ്ക്ക് എക്സ്ട്രാ ഫുഡൊക്കെ തരാം. ആ കുഞ്ഞിന് ഏതായാലും വളരുമ്പോൾ കളിക്കാനും 2 പിള്ളേരായല്ലോ അല്ലേ? ഒറ്റയ്ക്കല്ലായിരുന്നോ? എന്നടാ എന്നാ അവിടെ പോകേ പോകണോ? അവിടെ കിടന്നോ? അവിടെ കിടന്നോടാ. വെള്ളം കുടിച്ചോ? അവിടെ കിടന്നോടെ. അവിടെ കിടക്കാൻ കിടക്കടാ. കിടക്കടാ. അവിടെ കിടന്നോടാ. അവിടെ കിടക്കടാ. അവിടെ കിടക്കാൻ ഇരിക്കടാ. അവിടെ ഇരിക്ക. അവിടെ ഇരിക്കടാ. അവിടെ അവിടെ ഇരിക്കടാ. ആ ആ ഞാൻ പാവാ ചേട്ടാ. അവൻ്റെ ഒരു നോട്ടം. കണ്ണിലേക്ക് നോക്കുക. എന്നാടാ? അവൻ പോയിട്ട് വന്നോ എത്ര പെട്ടെന്ന്? നീ പോയില്ലായിരുന്നോ? ഞാൻ വെച്ചാൽ നീ പോയിട്ട് വന്നെന്ന്. എന്നാ കുടിക്കണം. ഇനിയും കൊണ്ടുപോവാണോന്ന് അത് ചോദിക്കുക. അവിടെ വെച്ചാൽ അതാകുമ്പോൾ ചൂടുണ്ടാവില്ലായിരിക്കും. ചൂടില്ല. അപ്പം നീ കിടക്ക. നിനക്ക് പാല് വാങ്ങാൻ ആൻസ് പോയേക്കോ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് കളയാൻ ആരോ കാണിച്ച മനസ്സിനെ അതിനെ സ്വീകരിക്കാനായിട്ട് ചേട്ടൻ എങ്ങനെയാ തോന്നിയേ? അത് ഞാൻ രാവിലെ ഇവിടെ ഇപ്പോൾ പുറവശത്ത് ഇങ്ങനെ നിന്നപ്പോൾ ഈ പൂച്ചക്കുഞ്ഞിൻ്റെ കരച്ചിൽ വിട്ടു. അപ്പം ഞാൻ ഓർത്ത് മുകളിൽ നമുക്കൊരു പൂച്ചക്കുഞ്ഞുണ്ട്. ആ പൂച്ചക്കുഞ്ഞ് കരയണമായിരിക്കുന്നു. അപ്പം വീണ്ടും നോക്കുമ്പോൾ പൂച്ചക്കുഞ്ഞ് എണ്ണം കൂടുക, കരച്ചിലിൻ്റെ എണ്ണം. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ ഒരു പൂച്ചയേ ഉള്ളൂ. വീണ്ടും തേടും. ഉടനെ ഞങ്ങൾ ഞാൻ ചെവി ഇങ്ങനെ ഓർത്ത് അപ്പോൾ അവിടെ നിന്നാണ് മനസ്സിലായി. അവിടെ നിന്ന് ഇറങ്ങി ചെന്നപ്പോൾ ഒരു വാഴയുടെ ചുവട്ടിൽ ഒരു അരിച്ചാക്കിൽ ഒരു 3 കുഞ്ഞുങ്ങളെ കണ്ണൊക്കെ തുറന്ന് നല്ല എന്തായാലും കൊണ്ടുവിട്ട് വയറൊക്കെ നിറച്ചാൽ കൊണ്ടുവിട്ടേക്കണം. ആ ചാക്കിലെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടേക്കാണ്. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ കൊണ്ടുപോയി വിട്ട ആൾക്ക് ഒരു ഇതുണ്ട്. അപ്പം ഞങ്ങൾ വീഡിയോയിൽ പൂച്ചക്കുഞ്ഞിൻ്റെ കാര്യം, അപ്പോൾ പൂച്ചക്കുഞ്ഞിനെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ കരഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഏതായാലും ആ ജായ്സിനല്ലേ ആ ജായ്സിനെ എടുത്തുകൊണ്ട് പോയി വളർക്കും. കൊല്ലൂല എന്നൊരു മനസ്സിൽ തോന്നി. അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ 3 എണ്ണം, അത് ഒരേപോലെ ഇരിക്കുന്ന 3 പൂച്ചക്കുഞ്ഞുങ്ങൾ. അപ്പോൾ എനിക്കതിനെ വിട്ടിട്ട് പോരാൻ എനിക്ക് തോന്നിയില്ല. അന്നേരത്തിനും കൊച്ചന്നേരത്തിന് ചാടി ഓടി വന്നു. കൊച്ചന്നേരത്തിന് ഒരു കൊട്ടയും പൊട്ട ഒരു കൂടുമായിട്ടാണ് വന്നത്. ഈ പൂച്ചനെ ഇടുന്ന നേരത്തെ പക്ഷീനെ വളർത്തിയ ഒരു കൂടുണ്ടായിരുന്നു. ആ കൂടുമായിട്ടാണ് വന്നു. പിന്നെ 3നെ കൂടെ അതിൻ്റെ അകത്തിട്ടൊന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ പോന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ഇന്ന് ഇപ്പോൾ ഈ കൂട്ടിൽ പൂച്ച കിടക്കുന്നുണ്ടപ്പോൾ നമ്മുടെ റാണി അവിടെ കണ്ടു. വന്നു കഴിഞ്ഞ് ഇങ്ങനെ നോക്കണം. നോക്കിയിട്ട് അവൻ ആ മതിലെ കയറി കിടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ആ മറ്റേ കുഞ്ഞും കൂടെ ഇറക്കി ഇതിനകത്ത് ഇടാം. അപ്പോൾ എന്നിട്ട് തള്ളാനെ പിടിച്ചിടാം. അന്നേരം എനിക്ക് തോന്നി വേണ്ട, ആദ്യമേ തള്ളാനെ പിടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങൾ 3 എണ്ണത്തിനെ ആദ്യം ഇറക്കിയിട്ടു. അപ്പോൾ ഓരോന്നിനെ ഇറക്കി വിട്ട് കഴിയുമ്പോൾ ഒരേ നക്കിക്കൊട്ടും വിടുക. ഈ നമ്മൾ ഈ ജയിലിലേക്ക് പ്രതികളെ കൊണ്ടുപോകുമ്പോൾ ഈ നടയടിയിൽ നിന്ന് വന്ന് നിൽക്കുക ഒരടിയുണ്ട്. ഈ അടിയിൽ നിന്നൊക്കെയാണ് ഇത് ഓരോന്നിനെ ഇറക്കി വിടുമ്പോഴത്തേനും ഒന്ന് നക്കിയിട്ട് അങ്ങോട്ട് വിടും. അപ്പോൾ 3 എണ്ണത്തിന് വിറ്റു. അപ്പോൾ ഒന്ന് നോക്കി, പിന്നെ അതിൻ്റെ കുഞ്ഞിങ്ങനെ എടുത്തുകൊണ്ട് വന്നു. അതും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ വന്ന കുഞ്ഞുങ്ങൾ തിരക്കി മുല കുടിക്കുക. അപ്പോൾ ഇത് മാനിയായിട്ട് അങ്ങനെ ഇരുന്നും കൊടുത്തു. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ ഓർത്ത് കടിക്കുമായിരിക്കുമെന്ന് ഞാൻ ഇച്ചിരി കുറച്ച് നേരം ഒരു അരമണിക്കൂർ നോക്കിയിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ മാറ്റണം എന്ന് വെച്ചു. അപ്പോൾ അന്നേരം നോക്കുമ്പോഴുണ്ടല്ലോ ഈ സ്വന്തം കുഞ്ഞിനേക്കാളും കാര്യമായിട്ട് മറ്റേ കുഞ്ഞുങ്ങൾ നോക്കണേ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഏതായാലും അതിനെ നല്ല രീതിയിൽ നോക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ സുഖമായിട്ട് 3-4 പേരും കൂടെ വേറെ കിടപ്പുണ്ട്. ഞാനിച്ചിരി കുടിക്കാൻ പാലൊക്കെ കൊണ്ട് കൊടുത്തു. അന്നേരം ആ വന്ന കുഞ്ഞുങ്ങൾ ഇച്ചിരി കുടിച്ചു ഇല്ലേ, ഇച്ചിരി കുടിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇന്നൊരു 3 അതിഥികളെ കിട്ടി. ഏതായാലും അതിഥികളെ ഞാൻ കളയില്ല, അതിനെ വളർത്തും. കാരണം കളയാൻ തോന്നുന്നില്ല. അതിനൊക്കെ പണ്ടും അങ്ങനെ 1-2 3 അത് പോയി, എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയതാണ്.
ഒന്നിലെ വണ്ടി കാറേ കയറിയിരിക്കും, കാറിൻ്റെ ഈ ബാറ്ററിയുടെ മുകളിൽ കയറിയിരിക്കും. അപ്പോൾ അങ്ങനെ അറിയാതെ എവിടെ പോയി ചാടി പോയതാണ്, അല്ലാതെ നമ്മൾ ഒരു സാധനത്തിനും കൊണ്ട് കളഞ്ഞിട്ടില്ല. എന്നായാലും വേണ്ടില്ല. ഇത് കളഞ്ഞവരോടും എല്ലാം പറയാനുണ്ടോ? കളഞ്ഞവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഏതായാലും അവരൊരു നല്ല മനസ്സ് കാണിച്ചു. പൂച്ചയോട് താല്പര്യമുള്ളവരുടെ വീടിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഇങ്ങനെ പറഞ്ഞാൽ ഇനിയും പൂച്ചകൾ വരും. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഇല്ല, അവർ വേറെ എവിടെയാ കൊണ്ടുപോയിട്ടെങ്കിൽ അവർ കൊണ്ടിടുന്ന ചേട്ടൻ കണ്ട എന്ത് പറഞ്ഞേനെ? എങ്ങനെ പൂച്ചേനെ കൊണ്ടിട? അല്ല, അങ്ങനെ കൊണ്ടിടുന്ന കാണാൻ പറ്റൂല. എന്ന് വെച്ചാൽ ഇവർ രാവിലെ ഒന്നും അല്ല കൊണ്ടിട്ട്, വെളുപ്പിനാണ് കൊണ്ടുപോയിട്ടത് ഉറപ്പാണ്. അല്ലെങ്കിൽ അത് വെളുപ്പിനാണ്. ഇന്നലെ രാത്രിയിലെ കൊണ്ടുപോയിട്ടെങ്കിൽ ഈ പൂച്ച കുഞ്ഞുങ്ങളൊന്നും ഇന്നത് കാണൂല. രാത്രിയിൽ ആരെങ്കിലും പിടിച്ചോണ്ട് പോകും. അപ്പോൾ ഇത് മൃഗങ്ങൾ പിടിച്ചോണ്ട് പോകും ഉറപ്പാണ്. ഇത് വെളുപ്പിനും കണ്ട. അപ്പോൾ ഒരു കൂട് വന്നു കഴിഞ്ഞാൽ പയ്യ അങ്ങോട്ട് ഇട്ടിട്ട് പോയി ആരാ അറിയണേ? അല്ലെങ്കിൽ ഒന്ന് മൂത്രം ഒഴിക്കാൻ കയറുമെന്ന് ആ വാഴച്ചോട്ട് കയറി അവിടെ ഇട്ടിട്ട് പോയാൽ അറിയുമോ? അറിയില്ല. അപ്പം ഇത് രാവിലെയാണ് ഉറപ്പാണ്. അല്ലാതെ ഇപ്പം വേറെ ഏതെങ്കിലും പറമ്പിൽ എവിടെയെങ്കിലും ഇട്ടെങ്കിൽ അത് ഇന്ന് ഈ ചൂടത്ത് ചത്തുപോകുള്ളൂ. ഭക്ഷണവും കിട്ടില്ല, നോട്ടോ ഇല്ല. ഈ ചൂട് ഭയങ്കര ചൂടാണ്, വെള്ളം പോലും കിട്ടില്ല. അപ്പം സംഗതി അങ്ങനെ പോവുള്ളൂ. ഏതായാലും അത് തമ്പുരാൻ ഇവിടെ ഇടിച്ചാന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ അത് 3 എണ്ണത്തിൻ്റെ ജീവൻ ഇന്ന് പൊലിഞ്ഞും പോകാമെന്ന്. ഏതായാലും എനിക്ക് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി, വിഷമം തോന്നി. അതുകൊണ്ട് ഞാനിങ്ങെടുത്തു. ഇനി എന്തൊരു നാളുണ്ടെന്ന് നോക്കട്ടെ. അല്ലാതെ ഇപ്പോൾ അതിപ്പോൾ ഇപ്പോൾ എനിക്ക് കൊണ്ടുവിട്ടവരോട് ഇനിയിപ്പോൾ എല്ലാവരും പറയാം, നിങ്ങളെ പൂച്ചക്കുഞ്ഞിനെ അങ്ങോട്ട് ആരും കൊണ്ടുവിടില്ല, നിങ്ങൾ വളർക്കണം എന്ന് പറഞ്ഞാൽ ആരും ഇതൊന്നും നടക്കണ കേസ് കിട്ടില്ല. പിന്നെ അവനവനുണ്ടാകുന്ന പൂച്ചക്കുഞ്ഞുങ്ങൾ മാക്സിമം അവർ തന്നെ നോക്കുക, അതേ ഉള്ളൂ. അല്ലാതെ എനിക്കത് കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. ഞാൻ എടുക്കാന്ന് പറഞ്ഞില്ലേലും ചേട്ടൻ എടുക്കുമായിരുന്നോ? ഞാൻ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഇതായിപ്പോയി. കാരണം എടുക്കാൻ അല്ലാതെ പണ്ട് ഞാൻ കുഞ്ഞിനെ എടുത്തതല്ലേ. കാരണം നമ്മുടെ ഇവിടെ കിടന്ന് ആരെങ്കിലും എന്തെങ്കിലും പക്ഷികളോ അല്ലെങ്കിൽ മൃഗങ്ങളോ കടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരും. കണ്ടിട്ട് പോകുന്നത്, കണ്ടില്ലേ കുഴപ്പമില്ല. ഇത് നമ്മൾ കണ്ടുപോയി. ശരിയാ, കണ്ടു നമ്മൾ. ഞങ്ങൾ പോയി കണ്ടു. ഇങ്ങനെ എല്ലാം 3 കുഞ്ഞുങ്ങൾ കരഞ്ഞ് ആളെ കാണുമ്പോൾ കരഞ്ഞ് അടുത്തേക്ക് വരുവാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കണ്ടില്ലേ നമുക്ക് വിഷയമല്ല, ഒരു വിഷയമല്ല. ഇപ്പോൾ വേറെ എവിടെയെങ്കിലും അപ്പുറം താഴെ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ പോകുമോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ അത് പിന്നെ എനിക്ക് ഒരു പേടി എന്താണ്, ഇവിടുത്തെ കുഞ്ഞിനെ നമ്മുടെ തള്ള ആ പൂച്ച അവിടെ കൊണ്ട് ഇട്ടതാണോന്ന് ചെറിയ പേടി. അങ്ങനെ ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ചെന്ന് കഴിയുമ്പോൾ 3 എണ്ണം അല്ല വീണ്ടും കരയണ്ട. അപ്പോൾ എനിക്ക് മനസ്സിലായി പൂച്ചക്കുഞ്ഞ് കൊണ്ടുവന്ന് ആരാണ്ടോ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അതുകൊണ്ട് കുഴപ്പമില്ല. ഏതായാലും ഞാൻ എടുത്തു. പാല് കുടിക്കുന്നുണ്ട്, അതിന് ഒരു കൂടുണ്ട്, ആ കൂട്ടിയിട്ട് ഇരിക്കുന്നു. അതിനൊക്കെ പണ്ടൊരു കോളേജിലേക്ക് പോകുമ്പോൾ ഒരു പ്രാവിനെ കിട്ടി, കാലിന് ചട്ടൊക്കെ ഉള്ളത്. അതിനെ ആ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു, സെക്യൂരിറ്റി പുള്ളി പറഞ്ഞു, ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വണ്ടി ഇട്ട് കൊല്ലുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാറെ ഇട്ടുകൊണ്ട് പോന്നു. ഇവിടെ പോന്നു 3-4 മാസം നിർത്തിയില്ലേ അല്ലേ? അടുത്ത് ഒരു സുപ്രഭാതത്തിൽ ഈ ഇസ്രായേലും മിസൈലും ഉള്ളക്കാൽ സ്പീഡിൽ പോകണത് പറത്ത് പോയി. മിസൈലിൽ ഇത്ര സ്പീഡ് ഇല്ലാതിരിക്കും. അത് പോകുമ്പോൾ നല്ല സൗണ്ടുമായിരുന്നു. അല്ല, കാലൊക്കെ നല്ല സുഖമായി. സംഗതി തീറ്റയൊക്കെ കൊടുത്തു, ഞങ്ങൾ എല്ലാം കൊടുത്തു, അത് പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സംഗതി അത് ഇവിടെ കിടക്കും, വളരും. പാലൊക്കെ കുടിച്ച് നല്ല സുഖമായി ഉറങ്ങുവാണ് കേട്ടോ. പ്രാണിക്ക് കുടിക്കാൻ വേണ്ടി ഇവിടെ ഇച്ചിരി പാല് കാച്ചി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആൻസിനെ കടയിൽ വിട്ട് പാലൊക്കെ വാങ്ങിപ്പിച്ച് കാച്ചി വെച്ചു. കുഞ്ഞുങ്ങളൊക്കെ കിടക്കണോണ്ടേ ആരെങ്കിലും വന്നെന്നറിഞ്ഞ് അപ്പം എണീറ്റ് കളിച്ചു തുടങ്ങി പുതിയ പിള്ളേർ. ചക്കരകൾ കൂട്ടുബേബിയാണ്, കൂട്ടുബേബി. കാണാനൊക്കെ നല്ല കൂട്ടുബേബി. കൂട്ടുബേബിയെ ഈ പിള്ളേരും ഈ പാല് വന്ന് കുടിക്കും. റാണിയുടെ കുഞ്ഞ് കിടക്കണുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കയറി തല ഇങ്ങോട്ട് വെച്ചാൽ കിടക്കുന്നത്. ഞാൻ കിടക്കുന്നു. റാണിയുടെ കുഞ്ഞാണ് ഈ വരയും കുഞ്ഞ്. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ നല്ല സുഖമായി ആരോഗ്യത്തോടെ ഇരിക്കുന്നു. പ്രാണി എല്ലാ പിള്ളേരെയും നോക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഹാപ്പി ആയിട്ട് അമ്മയും കുഞ്ഞുങ്ങളും. എന്താണേലും കുഞ്ഞുങ്ങൾ ഭാഗ്യമുള്ളവർ, അവർക്ക് നല്ലൊരു അമ്മയെ കിട്ടി. അവരുടെ അമ്മ ഇപ്പോൾ വിഷമിച്ചിരിക്കുമായിരിക്കും, സാരമില്ല.
അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസ് സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.